ഭരതയോഗീശ്വരൻ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. അങ്ങനെ പോണ സമയത്ത് സിന്ധു സൗവീര രാജ്യത്തിലെ രാജാവായ രഘുഗണൻ ആ വഴിക്ക് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. രഘുഗണൻ അധ്യാത്മശാസ്ത്രം നല്ല പോലെ പഠിച്ചിട്ടുണ്ട്. യോഗശാസ്ത്രവും അദ്വൈതശാസ്ത്രവും അദ്ദേഹത്തിന് നല്ല പോലെ അറിയാം. ഈ ജഡമായ ശരീരവും ചേതനനായ ആത്മാവും തമ്മിൽ ഒരിക്കലും ബന്ധമുണ്ടാവാൻ നിവൃത്തിയില്ല. ശരീരത്തുമ്മൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരിക്കലും ആത്മാവിനെ അത് സ്പർശിക്കില്ല എന്നൊക്കെ ശാസ്ത്രദ്വാര അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും അനുഭവത്തിൽ വന്നിട്ടുമില്ല. അതെന്തുകൊണ്ട് എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പം ആരോ പറഞ്ഞു കൊടുത്തു, നല്ല ഗുരുപദേശവും ഗുരുവനുഗ്രഹവും വേണം, എന്നാലേ അനുഭവത്തിൽ വരുള്ളൂ എന്ന്. എന്നാൽ ഒട്ടും കഷ്ടിയാക്കണ്ട, ഏറ്റവും നല്ല ഗുരുവിനെ ചെന്ന് കാണാം എന്ന് കരുതി അദ്ദേഹം യാത്ര പുറപ്പെട്ടതാണ്. ഗുരുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ വേണം? വിനയത്തോടുകൂടി ചെല്ലണം എന്നാണ് നിയമം. അതിന് പകരം ഈ രഘുഗണൻ രാജകീയമായ പ്രൗഢിയൊക്കെ കാണിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പല്ലക്കിലേറിയിട്ടാണ് യാത്ര. അദ്ദേഹത്തിൻ്റെ പല്ലക്കെടുക്കാൻ അവകാശപ്പെട്ട ഒരാളുണ്ട്. അയാളെന്താ പതിവെന്നോ, വഴിയെ പോകുന്ന ആളുകളെയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവരും. പല്ലക്ക് അവരെ കൊണ്ട് ചുമപ്പിക്കും. ഇയാൾ കയ്യും വീശി നടക്കും. പ്രതിഫലമൊക്കെ അയാളും വാങ്ങും. അങ്ങനത്തെ ഒരു സൂത്രശാലിയാണ് ആള്. അപ്പോൾ അനവധി ആളുകൾ ഈ പല്ലക്ക് ചുമക്കണുണ്ട്. ആ പല്ലക്കിലാണ് ഇപ്പോൾ രഘുഗണൻ ഇരിക്കുന്നത്. അങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ പോണു. ഇതിനിടയ്ക്ക് ഭരതയോഗീശ്വരൻ്റെ യാത്ര കണ്ടു. ഈ പല്ലക്കെടുക്കാൻ അവകാശപ്പെട്ട ആൾ തരക്കേടില്ല എന്ന് തോന്നി. നല്ല യൗവനം, നല്ല ആരോഗ്യം. വേഗം അടുക്കലേക്ക് ചെന്നു. രാജാവിൻ്റെ കൽപ്പനയാണ്, പല്ലക്ക് ചുമക്കണം, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. പിടിച്ചു വലിച്ചും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ തോളത്ത് ഈ പല്ലക്കിൻ്റെ തണ്ട് വെച്ചു. അങ്ങനെ നടന്നു. ഇദ്ദേഹത്തിന് നടക്കുമ്പോൾ ചില വിദ്യകളുണ്ട്. ഇഷുമാത്രാവലോകാനുഗതി ആണ് അദ്ദേഹം. ഒരു വിൽപ്പാടകലേക്ക് നോക്കും. വല്ല ഉറുമ്പോ പുഴോ മറ്റോ അരിച്ചു പോകണമെങ്കിൽ അതങ്ങോട്ട് പോട്ടെ, എന്നിട്ട് മതി അടുത്ത കാലടി വയ്ക്കാൻ. അതിന് കവച്ച് വയ്ക്കുകയും വേണ്ട, ചവിട്ടുകയും വേണ്ട. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ കാല് വയ്ക്കാൻ പോണ സമയത്താവും ഉറുമ്പിനെ കാണുക. അതിൻ്റെ മീതെ കാല് കൊള്ളരുതല്ലോ. ചിലപ്പോൾ ഒന്ന് ചാടേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുക, ഇടയ്ക്ക് ചാടുക, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. അദ്ദേഹത്തിൻ്റെ തോളത്താണ് പല്ലക്കിൻ്റെ തണ്ടിരിക്കുന്നത്. ആ പല്ലക്കിലാണ് രഘുഗണൻ ഇരിക്കുന്നത്. ഇപ്പോൾ രഘുഗണൻ്റെ കഥ എന്താ? എന്നെ എല്ലാവരും കാണില്ലേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നാലു പുറം നോക്കി. അങ്ങനെയാണ് ആ രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടുള്ള യാത്രയാണല്ലോ. ഇതിനിടയ്ക്ക് ഭരതയോഗീശ്വരൻ്റെ ഒരു ചാട്ടം. രഘുഗണൻ പല്ലക്കിൽ മറിഞ്ഞു വീണു. എങ്കിലും പിന്നെയും എണീറ്റിരുന്നു. ഇത് ഒരു തവണയല്ല, 2-3 തവണ ആവർത്തിച്ചു. അപ്പോൾ ഈ പല്ലക്ക് എടുക്കാൻ അവകാശപ്പെട്ട ആളുണ്ടല്ലോ, അയാളോട് ചോദിച്ചു, എന്താ അതിങ്ങനെ? അപ്പോൾ അയാൾ പറഞ്ഞു, സാംസർഗികോ ദോഷ. ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, ആളാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഴപ്പക്കാരൻ ആരാന്നറിയാൻ വേണ്ടിയിട്ട് പല്ലക്കിലിരുന്നു കൊണ്ട് തന്നെ രഘുഗണൻ എത്തി നോക്കി. അപ്പോൾ കണ്ടു നല്ല ആരോഗ്യം, നല്ല യൗവനം, അങ്ങനത്തെ ഒരാൾ. പല്ലക്കിലിരുന്നു കൊണ്ട് അദ്ദേഹം പരിഹസിച്ചു. അഹോ കഷ്ടം ഭ്രാതഃ. സഹോദര, പരിഹാസമായിട്ടാട്ടോ വിളിക്കണത്. സഹോദര, സുഹൃത്തെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് രഘുഗണൻ സംസാരിക്കുന്നത്. ഒരു പരിശ്രാന്ത. അഹോ, വല്ലാണ്ട് തളർന്നു പോയി അല്ലേ? എത്ര നേരമായി എന്നോ പല്ലക്ക് ചുമക്കാൻ തുടങ്ങിയിട്ട്. ദാഹവും വിശപ്പുമൊക്കെ ഉണ്ടാവുകയായിരിക്കും. ആഹാരം കഴിച്ചിട്ട് തന്നെ പല ദിവസമായി എന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ശരീരം ചടച്ചിരിക്കണു, ഈർക്കിലി പോലെ. ഇങ്ങനെയൊക്കെ പരിഹസിച്ചു നോക്കി. എന്നിട്ടും ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. പിന്നെയും പൂർവവൽ ഉവാഹ, മുമ്പലത്തെ പോലെ തന്നെ പല്ലക്ക് ചുമന്നു. പിന്നെ ഉണ്ടായി 1-2 തവണ ഈ ചാടൽ. രഘുഗണൻ മറിഞ്ഞു വീഴലും. രാജാവിന് ദേഷ്യം വന്നു. എന്നിട്ട് അദ്ദേഹം ശകാരിച്ചു. ത്വം ജീവൻമൃതോ മാം കദർത്ഥീകൃത്യ. നീയൊരു ശവം ആണല്ലോ എന്ന്. ജീവൻമൃതൻ. ശവത്തിൻ്റെ ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരണം ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഇപ്പോൾ ഭരതയോഗീശ്വരനോട് പറഞ്ഞിട്ടും പ്രതികരണം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ത്വം ജീവൻമൃതോ മാം കദർത്ഥീകൃത്യ. നീയൊരു ശവം. എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വൈകി, അതുകൊണ്ട് മര്യാദയ്ക്ക് നടക്കണം വേഗം. ഈ രോഗത്തിന് ചികിത്സിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ സിന്ധു സവീര രാജ്യത്തിലെ രാജാവാണ്. രാജാവ് കൽപ്പിച്ചാൽ പ്രജ അതനുസരിക്കണം. ഞാൻ പറഞ്ഞതനുസരിച്ചില്ല എന്ന് വെച്ചാൽ ഞാൻ വടിയെടുക്കും, വേണ്ടി വന്നാൽ ഞാൻ അടിക്കും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഇന്നേ വരെ ആരോടും സംസാരിക്കാതെ കണ്ട് ജീവിച്ച ഭരതയോഗീശ്വരൻ അപ്പം പറഞ്ഞു, ത്വയോദിതം വ്യക്തം അഭിപ്രലബ്ധം ഭർത്തുസമയസ്യാദ് യതി വീരഭാര. എന്തൊക്കെയാ അങ്ങ് പറഞ്ഞത്? എനിക്ക് തളർച്ചയില്ല എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് അങ്ങ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് പരമാർത്ഥാണ്.
എനിക്ക് ലവലേശം തളർച്ചയില്ല. പിന്നെ എത്തിച്ചേരേണ്ടുന്ന ഒരു ലക്ഷ്യം എന്നൊക്കെ അങ്ങ് പറയണ്ടായില്ലോ, എനിക്ക് അങ്ങനെ എത്തിച്ചേരേണ്ടുന്ന ഒരു ലക്ഷ്യസ്ഥാനം അങ്ങനൊന്നില്ല. കാരണം സർവവ്യാപിയായ ആത്മാവ് തന്നെയാണ് ഈ ഞാൻ. പിന്നെ അങ്ങ് എന്താ പറഞ്ഞത്, എൻ്റെ ശരീരം തടിച്ചിരിക്കണമെന്നോ ചടച്ചിരിക്കണമെന്നോ ഒക്കെ അങ്ങ് പരിഹാസമായിട്ട് പറഞ്ഞല്ലോ. അല്ലേ, ഞാൻ തടിച്ചതല്ല ചടച്ചതുമല്ല. തടിച്ചിരിക്കലും ചടച്ചിരിക്കലുമൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്, ഞാൻ ശരീരമല്ല. പിന്നെ ദാഹം ഉണ്ടാവിയിരിക്കും വിശപ്പുണ്ടാവിയിരിക്കും എന്നൊക്കെ അങ്ങ് പറഞ്ഞു. എനിക്ക് ദാഹമില്ല വിശപ്പുമില്ല. ദാഹവും വിശപ്പുമൊക്കെ പ്രാണന്റെ ധർമ്മമാണ്, ഞാൻ പ്രാണനുമല്ല. പിന്നെ അങ്ങ് എന്നെ ജീവൻമൃതൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. അതിപ്പോൾ എനിക്ക് മാത്രം ബാധകമാണെന്ന് വിചാരിക്കേണ്ട. ജനിക്കുക മരിക്കുക ഈ സ്വഭാവമുള്ളവരൊക്കെ ജീവൻമൃതന്മാരാണ്. പിന്നെ അങ്ങ് രാജാവാണ്, ഞാൻ പ്രജയാണ്, അങ്ങ് കൽപ്പിക്കുക ഞാൻ അനുസരിക്കുക, അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു. എങ്ങനെയാ ഈ കൽപ്പാന്തകാലം കഴിയുന്നത് വരെ അങ്ങ് രാജാവായിട്ടും ഞാൻ പ്രജയായിട്ടും ഇരിക്കുമോ? അങ്ങനെ ഇരിക്കുമായിരുന്നു എങ്കിൽ അങ്ങ് കൽപ്പിക്കലും ഞാൻ അനുസരിക്കലും നമുക്ക് രണ്ടുപേർക്കും ഉചിതമായി തീർന്നേനെ. പക്ഷേ അങ്ങനെ ഇരിക്കും എന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണാനില്ല. എന്നാലും ഇപ്പോൾ അങ്ങ് വിചാരിക്കേണ്ടാവും, ഇപ്പോൾ അങ്ങ് രാജാവാണ്, ഇപ്പം ഞാൻ പ്രജയാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ അങ്ങ് കൽപ്പിക്കുക, ഇപ്പം ഞാൻ അനുസരിക്കുക, അത് വേണ്ടേ എന്ന്. ഈ രാജാവ് പ്രജ എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ട് വാക്കുകൾ എന്നല്ലാതെ കണ്ട് എന്തെങ്കിലും ഭേദമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണില്ല. തഥാപി രാജൻ കരവാമകിംതെ, ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ചെയ്തു തരികയും ചെയ്യാം. പിന്നെ അവസാനം അങ്ങ് പറഞ്ഞല്ലോ ഈ വടിയെടുക്കും അടിക്കും എന്നൊക്കെ. പഞ്ചഭൂതാത്മകമായ വടി കൊണ്ട് പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തിൽ അടിയേറ്റാൽ എനിക്ക് വേദനയാവും എന്നും അങ്ങ് കരുതേണ്ടതില്ല. അത് പിഷ്ടപേഷ, അരച്ചത് തന്നെ പിന്നെയും അരയ്ക്കുക, അതുപോലെ നിഷ്പ്രയോജനായി തീരും. ഇത് കേട്ടപ്പോൾ രഘുഗണൻ ഒന്ന് എത്തി നോക്കി. വലിയ ജ്ഞാനിയാണല്ലോ ഈ സംസാരിക്കണത്. നോക്കിയപ്പോൾ മനസ്സിലായി വെറും ഒരാളല്ല എന്ന്. വേഗം പല്ലക്കിൽ നിന്ന് താഴെ ഇറങ്ങി സാഷ്ടാംഗം വീണ് അങ്ങോട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, കസ്ത്വം നിഗൂഢ, അങ്ങ് ആരാണ്, എവിടുന്ന് വരുന്നു, പേരെന്ത്, ആരുടെ പുത്രൻ, എവിടേക്ക് പോണു? ഞാൻ ഇപ്പോൾ കപിലവാസുദേവനെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ്. ആ കപിലവാസുദേവൻ തന്നെ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഇന്ദ്രൻ്റെ വജ്രായുധത്തിനെ പേടിയില്ല, ശിവൻ്റെ ത്രിശൂലത്തിനെ പേടിയില്ല, യമൻ്റെ ഇരുമ്പൊലക്കയെ പോലും പേടിയില്ല. എന്നാലും അങ്ങേപ്പോലുള്ള ഒരു മഹാത്മാവിനെ അവമാനിച്ചാൽ ഒരു പാപം ഉണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് അല്പം ഭയം തോന്നുന്നുണ്ട്. തൽ ബ്രൂഹി, അതുകൊണ്ട് അങ്ങ് പറയണം അങ്ങ് ആരാണ് എന്ന്. പിന്നെ അങ്ങയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ചില സംശയങ്ങൾ. പഞ്ചഭൂതാത്മകമായ വടികൊണ്ട് പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ അടിയേറ്റാൽ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് വേദനയാവില്ല എന്ന് അങ്ങ് പറഞ്ഞുല്ലോ. യുക്തി കൊണ്ട് ആലോചിച്ചാൽ വേദനയാവേണ്ടതാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അടുപ്പിൽ തീ കത്തിക്കുക, അതിൻ്റെ മീതെ പാത്രം വയ്ക്കുക, പാത്രത്തിൽ വെള്ളമൊഴിക്കുക, വെള്ളത്തിൽ അരിയിടുക. തീയിൻ്റെ ചൂട് പാത്രത്തിലേക്കും പാത്രത്തിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് അരിയിലേക്കും സംക്രമിക്കും. അങ്ങനെ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അരി വേവാറുണ്ടല്ലോ. ഇതുപോലെ തൊലിപ്പുറത്ത് അടിയേറ്റാൽ ആദ്യം വേദന തൊലിപ്പുറത്ത്, പിന്നെ അസ്ഥിയിലേക്ക് മജ്ജയിലേക്ക് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വേദന സംക്രമിച്ച് ഏറ്റവും ഉള്ളിലിരിക്കുന്ന ആത്മാവിന് വേദന അനുഭവപ്പെടേണ്ടതാണ് യുക്തിപ്രകാരം. കഴിഞ്ഞില്ല എൻ്റെ സംശയം. ഞാനും ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രപ്രകാരം കാരണം സത്യം, കാര്യം പ്രതീതി മാത്രം. ഇങ്ങനെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മണ്ണ് കൊണ്ട് കുടമുണ്ടാക്കാറുണ്ട്. കുടമാവുന്നതിന് മുമ്പ് അത് മണ്ണ്, കുടമായിരിക്കുമ്പോഴും അത് മണ്ണ്. കുടം പൊട്ടിപ്പോയാലോ അപ്പോഴും അവശേഷിക്കുന്നത് മണ്ണ് തന്നെ. കുടം എന്ന് പറയുന്നു എന്നല്ലാതെ കുടത്തിൽ എന്തെങ്കിലും ഉണ്ടോ മണ്ണല്ലാതെ? ഒന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മണ്ണാകുന്ന കാരണം മാത്രമേ ഉള്ളൂ. കുടം എന്നുള്ളത് ഒരു പ്രതീതി മാത്രം ആണ്. ഇങ്ങനെയാണ് ശാസ്ത്രം പറയണത്. ഇവിടെയാണ് എനിക്ക് സംശയം. യഥാസത് ഉദാനയനാദ്യഭാവാൽ, കുടത്തിൽ വെള്ളം കൊണ്ടുവരാറുണ്ടല്ലോ, ആ വെള്ളം കുടിച്ചാൽ ദാഹം മാറാറുണ്ട്. അതുകൊണ്ട് മണ്ണ് എത്രത്തോളം സത്യമാണോ അത്രയും തന്നെ സത്യമാണ് കുടവും. കാരണം എത്രത്തോളം സത്യമാണോ അത്രയും സത്യമാണ് കാര്യവും. ബ്രഹ്മം എത്രത്തോളം സത്യമാണോ അത്രയും തന്നെ സത്യമാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചവും. ഇതാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം. ഇനി
എൻ്റെ ഈ സംശയം അങ്ങ് തീർത്തു തരണം എന്നായി. ഈ സമയത്ത് ഭരതയോഗീശ്വരൻ സംസാരിച്ചു. അകോവിദ, അങ്ങ് വലിയ ജ്ഞാനിയെപ്പോലെയാണല്ലോ സംസാരിക്കണത്. ഈ പകുതി പഠിച്ച ആളുകൾക്കൊക്കെ എങ്ങനെയാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉദാഹരണം പറയും. ഈ കുടത്തിൽ വെള്ളം മുക്കാൻ പുറപ്പെടുമ്പോൾ ഭും 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 എന്ന് ശബ്ദം കേൾക്കും. വെള്ളം നിറഞ്ഞാൽ പിന്നെ ശബ്ദം ഉണ്ടാവില്ല. ഇപ്പോൾ രഘുഗണൻ ഇപ്പോൾ ഭും ഭും എന്ന് ശബ്ദം കേൾപ്പിക്കുന്ന ആളാണ്. പകുതി ജ്ഞാനമേ അദ്ദേഹത്തിനുള്ളൂ. ഭരതയോഗീശ്വരൻ നേരെ മറിച്ചാണ്. വെള്ളം നിറഞ്ഞിട്ടുള്ള കുടമാണ്, അപ്പോൾ ശബ്ദം ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ഈ നിറകുടവും ശബ്ദിക്കും. അതെപ്പോഴാണെന്നോ, വേറൊരു കുടത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ ഭാവിക്കുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കാം. അങ്ങനെ ഭരതയോഗീശ്വരൻ്റെ ഭും എന്നുള്ള ശബ്ദം ഇപ്പോൾ വീണ്ടും കേൾക്കുകയാണ്. അകോവിദ കോവിദവാദവാദൻ, അങ്ങ് വലിയ ജ്ഞാനിയെപ്പോലെ യുക്തി എന്ന് തോന്നുമാറ് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങക്ക് വിവരമില്ല എന്ന് എനിക്ക് മനസ്സിലാവുക കഴിഞ്ഞു. എന്നാൽ സൂരയോഹി വ്യവഹാരമേനം തത്വാവമരിശേന, ഈ കാണുന്നതൊക്കെ ഇതേപടി സത്യമാണ് എന്ന് വിവരമുള്ള ആളുകൾ കരുതാറില്ല. എങ്കിൽ അങ്ങ് ഒരു കാര്യം കൂടി ഇപ്പം എന്നോട് ചോദിക്കും, യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്താൽ സ്വർഗാദി ലോകങ്ങൾ എങ്ങനെയാണ്? അത് ഇതേപടി ഈ പറഞ്ഞ പോലെ തന്നെ സത്യമാണോ? അല്ല, തഥൈവരാജൻ, അതും ഈ പറയുന്നത് പോലെ സത്യമാണ് എന്ന് വിചാരിക്കരുത്. കൺമുന്നിൽ കാണുന്നത് ഇതേപടി സത്യമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് വിശ്വസിക്കും എന്നാണെങ്കിൽ, അതെ കാണുന്നത് മുഴുവൻ സത്യമാവണമെന്നുണ്ടോ? സ്വപ്നം കാണാറില്ലേ? ഉവ്വ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സത്യമാണ് എന്ന് തന്നെ തോന്നാറില്ലേ? തോന്നാറുണ്ട്. ഉണർന്നു കഴിഞ്ഞാലോ ഇതേവരെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ അസത്യമാണ് എന്ന് നല്ലോണം ബോധ്യപ്പെടാറില്ലേ? ഉവ്വ്. ആ സ്വപ്നം പോലെ തന്നെയാണ് ഈ വ്യവഹാരദശയും. അത് മനസ്സിലാക്കണം. ആ സ്വപ്നവും ഈ വ്യവഹാരദശയും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ആ സ്വപ്നം ഹ്രസ്വമാണ്, ഈ വ്യവഹാരദശ കുറച്ച് ദീർഘമാണ് എന്ന് മാത്രം. ഉണർന്നു കഴിഞ്ഞാലാണ് മനസ്സിലാവുക അതേവരെ അനുഭവിച്ചുകൊണ്ടിരുന്നതൊക്കെ അസത്യമായിരുന്നു എന്ന്. ഇതുപോലെ ഈ വ്യവഹാരദശയിലും വിദ്യ ഒന്ന് ഉണരാനുണ്ട്. വിദ്യ ഉണർന്നാൽ അപ്പം മനസ്സിലാവും ഈ കാണുന്നത് ഇതേപടി സത്യമല്ല എന്ന്. പക്ഷെ ഉണർത്താൻ ഒരാളുണ്ടായാൽ നന്ന്. ഒരു ഗുരു വന്നിട്ട് തത്വമസി എന്നൊന്നങ്ങോട്ട് ഉപദേശിച്ചാൽ അപ്പോൾ വിദ്യ ഉണരും. വിദ്യ ഉണർന്നാൽ പിന്നെ ഈ ദൃശ്യമായ പ്രപഞ്ചം ഇല്ലേ ഇല്ല. അതുകൊണ്ട് ഗുരുവനുഗ്രഹം, ഗുരുപദേശം ഇതൊക്കെയാണ് ആവശ്യം. ഇത് കേട്ടപ്പോൾ രഘുഗണന് തോന്നി, ഇനിയിപ്പോൾ കപിലവാസുദേവനെ കാണണോ? ഇദ്ദേഹം തന്നെ പോരെ ഗുരുവായിട്ട്. ഒന്നും കൂടി വീണങ്ങ് നമസ്കരിച്ചു. നമോ നമ കാരണവിഗ്രഹായ സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ. എന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് രഘുഗണൻ പറഞ്ഞു, ഈ ദേഹാഭിമാനം എന്ന വിഷപ്പാമ്പ് കടിച്ചതുകൊണ്ട് എൻ്റെ മനസ്സിലാകെ വിഷം കയറിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ മുഖത്തുനിന്ന് ആധ്യാത്മികമായ വാക്കിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കുളിർമ, ഔഷധം ചെയ്താലത്തെ ഒരനുഭവം. അതുകൊണ്ട് എൻ്റെ മനസ്സ് ആകെ പകച്ചു പോവുകയാണ്. എനിക്കൊന്നും അങ്ങോട്ട് വേണ്ട പോലെ മനസ്സിലാവണില്ല. എന്ത് അറിഞ്ഞാൽ എൻ്റെ എല്ലാ സാംസാരികമായ സംശയങ്ങളും തീരുമോ അത് എനിക്ക് പറഞ്ഞു തരണം. ഇതാണ് രഘുഗണൻ്റെ അപേക്ഷ. ഭരതയോഗീശ്വരൻ അവിടെ വച്ച് പറഞ്ഞു, അതെ അങ്ങ് പറഞ്ഞില്ലേ ഈ ഞാൻ എന്നൊക്കെ പറയേണ്ടായില്ലേ? നമ്മളെല്ലാവരും ഞാൻ എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ആരാണ് ഈ ഞാൻ? ഞാൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ് എന്ന് ചില ആളുകൾ ഭ്രമിക്കാറുണ്ട്. ഇരിക്കുക കിടക്കുക ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്. എന്നാലും ഞാനിരിക്കണു ഞാൻ കിടക്കണു എന്നാണ് പറയുക. ഇവിടെ ഞാൻ ദേഹമാണ് എന്ന് ഭ്രമിച്ചു പോവുകയാണ്. ഇതിൻ്റെ പേര് ദേഹാഭിമാനം എന്നാണ്. ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ കണ്ണാണ് ഞാൻ എന്ന് ഭ്രമിച്ചു പോവുകയാണ്. ഇവിടെ ജീവൻ ചക്ഷുരഭിമാനിയായിത്തീരുന്നു. ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചെവിയാണ് എന്നഭിമാനിക്കുകയാണ്. ഇവിടെ ജീവൻ ശ്രോത്രാഭിമാനിയായിത്തീരുന്നു. ഇങ്ങനെ ഒരു ജീവന് എത്രമാത്രം അഭിമാനങ്ങൾ ഉണ്ടാവാം. ഞാൻ നടന്നു എന്ന് പറയുമ്പോൾ പാദാഭിമാനിയായിത്തീരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ കണ്ണോ ചെവിയോ കാലോ ഇതൊന്നുമല്ല ഈ ഞാൻ എന്ന് പറയുന്നത്. ഈ ഞാൻ എന്ന വ്യവഹാരത്തിന് വിഷയമായിരിക്കുന്നത് പ്രത്യേകാത്മാവാണ്. അത് മനസ്സിലാക്കണം. പരമാത്മാവിൻ്റെ അംശമായ പ്രത്യേകാത്മാവ്. പക്ഷേ ഇത് പറയ എളുപ്പമാണ്, കേട്ട് യുക്തി കൊണ്ട് മനസ്സിലാക്കലും ഒരു പക്ഷേ എളുപ്പമായിരിക്കാം. പക്ഷേ ഇത് അനുഭവത്തിൽ വരിക എന്നത് എളുപ്പമല്ല. ഇതിനെ ശാസ്ത്രം പഠിച്ചതുകൊണ്ടായില്ല കേട്ടോ. കുറച്ചു കാലം കണ്ണടച്ച് തപസ് ചെയ്തു എന്നതുകൊണ്ടും ആയില്ല. തപസാനയാതി നജിജ്യയാ നിർവപണാൽ ഗൃഹാദ്വാ. കുറേ കർമ്മങ്ങൾ ചെയ്തു എന്നതുകൊണ്ടും ഇത് സാക്ഷാത്കരിക്കാൻ സാധിച്ചോളണം എന്നില്ല. മഹാത്മാക്കളുടെ അനുഗ്രഹം വേണം. എന്നാൽ തന്നെ ഇതൊക്കെ
അനുഭവത്തിൽ വരുള്ളൂ. ആ പരമാത്മാവിനെയാണ് നാരായണൻ, ഭഗവാൻ വാസുദേവൻ, ക്ഷേത്രജ്ഞൻ എന്നൊക്കെ പറയാറുള്ളത്. ഇതേവരെ അങ്ങ് രാജാവാണ് എന്ന് അഭിമാനിച്ച് ഇത്രയും കാലത്തെ ആയുസ് പാഴാക്കി, ഇനിയെങ്കിലും അങ്ങ് ആയുസ് പാഴാക്കാതെ കണ്ട് ആ നാരായണനെ, ശ്രീവാസുദേവനെ ഭരിക്കാൻ തുടങ്ങുക, ഭഗവാനെ ധ്യാനിക്കുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ ആര് എന്ന് അങ്ങ് മുമ്പ് ചോദിക്കേണ്ടായില്ലോ. കേട്ടിട്ടുണ്ടോ അങ്ങ് ഭരതൻ എന്ന രാജാവിനെ പറ്റി? ഇപ്പോഴല്ലാട്ടോ, ഞാൻ 2 ജന്മം മുമ്പ് ഭരതൻ എന്ന രാജാവായിരുന്നു. ഒരു മാനിനെ എന്തെന്നില്ലാതെ ഞാൻ സ്നേഹിച്ചു പോയി. അതിൻ്റെ പേരിൽ എനിക്ക് മാനായി ജനിക്കേണ്ടി വന്നു. ഇപ്പം ഞാൻ ഒരു പൊട്ടനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോഴും അങ്ങേക്ക് സംശയമുണ്ട് ഇല്ലേ, കഴിഞ്ഞ ജന്മത്തിലെ കഥ എങ്ങനെ ഓർമ്മ വന്നു എന്ന്? ഒരു ജന്മത്തിൽ ഒരാൾ ഭഗവാനെ ഭജിച്ചാൽ ആ ജന്മത്തിൽ മാത്രമായിട്ട് അതിൻ്റെ ഫലം ഒതുങ്ങി നിൽക്കില്ല. ജന്മാന്തരങ്ങളിലേക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അയാളുടെ ജന്മാന്തരങ്ങളിലേക്ക് തുടരും എന്ന് മാത്രമല്ല, അയാളുടെ തലമുറകളിലേക്കും തുടർന്നുകൊണ്ടിരിക്കും. അതാണ് ഭഗവത് ഭജനത്തിൻ്റെ മാഹാത്മ്യം എന്ന് വച്ചാൽ. അങ്ങും ആ ഭഗവാനെ വേണ്ട പോലെ ഭരിക്കുക. വെറുതെ രാജ്യം, കുടുംബജീവിതം, അത് ഇത് എന്നും പറഞ്ഞ് ഇതിലിങ്ങനെ മനസ്സ് കുരുങ്ങി വെറും സംസാരിയായിട്ട് ജീവിതം അവസാനിപ്പിക്കരുത്. ഈ കച്ചവടക്കാരെ കാട്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, സാധനങ്ങളൊക്കെ ആയിട്ടാണ് കാട്ടിൽ കൂടി യാത്ര ചെയ്ത് അവർക്ക് എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ പിശാചിനെ കാണും, കൊള്ളക്കാരെ കാണും, ചില കുരങ്ങുകളെ കാണാം, ചെന്നായ്ക്കളെ കാണാം, കുറുക്കന്മാരെ കാണാം. ഈ കാട്ടിലെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ കുടുംബജീവിതത്തിലുമുള്ളത്. എത്ര ചെന്നായ്ക്കളാണ് കുടുംബജീവിതത്തിൽ, എത്ര കുറുക്കന്മാരാണ്, എത്ര തട്ടിപ്പറിക്കാരാണ്. അതെ, ഈ കച്ചവടക്കാരും വിചാരിക്കാറില്ല കാട്ടിൽ തന്നെ എങ്ങനെ കുരുങ്ങിയാൽ മതി എന്ന്. ഇതുപോലെ അങ്ങും രാജ്യം എന്നും കുടുംബം എന്നും പറഞ്ഞ് ഈ രാജ്യമാകുന്ന അല്ലെങ്കിൽ കുടുംബമാകുന്ന ഈ കാട്ടിലിങ്ങനെ ഒതുങ്ങി കൂടരുത്. നേരെ മറിച്ച് ഇതെല്ലാം വിട്ട് ശ്രീവാസുദേവനെ ഭരിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് ഒരുവൻ്റെ ജന്മം സാർത്ഥകമായി തീരുക. അങ്ങയുടെ ജന്മം സാർത്ഥകമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രഘുഗണൻ ഒന്നും കൂടി വീണങ്ങ് നമസ്കരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു കുറ്റബോധമുണ്ട്. ഈ മഹാത്മാവിനെ കൊണ്ട് താൻ പല്ലക്ക് ചുമപ്പിച്ചു പോരാ, അദ്ദേഹത്തിനെ വാക്കുകൊണ്ട് പരിഹസിക്കുകയും ചെയ്തു. അപ്പം മനസ്സിലായില്ല ഈ ആള് ഒരു മഹാത്മാവാണ് എന്ന്. ഇതുപോലെ ലോകത്തിൽ എത്ര മഹാത്മാക്കളുണ്ടാവാം, തനിപ്പൊട്ടന്മാരെ പോലെ, ഭ്രാന്തന്മാരെ പോലെ ഒക്കെ നടക്കുന്നവരായിട്ട്. രഘുഗണൻ ആ കുറ്റബോധത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ വീണ് നമസ്കരിച്ചത്. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യ. ഈ ലോകത്തിൽ പൊട്ടനെ പോലെയും ഭ്രാന്തനെ പോലെയും നടക്കുന്ന എല്ലാ മഹാത്മാക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമസ്കാരം. ഭരതയോഗീശ്വരൻ അനുഗ്രഹിച്ചു. രഘുഗണൻ പിന്നെ പല്ലക്ക് എവിടെയാ നോക്കിയിട്ടുണ്ടായില്ല. അദ്ദേഹത്തിന് വിരക്തി വരെ കഴിഞ്ഞു. എല്ലാ വിഷയത്തിലും അദ്ദേഹം അങ്ങനെ തന്നെ ഒരേകാന്ത സ്ഥലത്ത് ചെന്നിരുന്നു, പരമാത്മാവിനെ ധ്യാനിച്ചു. അദ്ദേഹം മുക്തിയടഞ്ഞു. ഒരു ഭക്തനായിരുന്നില്ല ഈ രഘുഗണൻ. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഇതേവരെ. അതുകൊണ്ടൊന്നും സാരമില്ല കേട്ടോ. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചില്ലെങ്കിലും ഈ ഭരതയോഗീശ്വരനാകുന്ന ഭക്തൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. ആ ഭക്തൻ്റെ അനുഗ്രഹം സമ്പാദിച്ചു. ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ച ഫലമാണ് ഭക്തൻ്റെ മുമ്പിൽ നമസ്കരിക്കുക എന്ന് വെച്ചാൽ. ഭക്തൻ്റെ അനുഗ്രഹം സമ്പാദിക്കുക എന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിച്ചതുപോലെ തന്നെയാണ്. നാരദ മഹർഷിയുടെ ഭക്തി സൂത്രം ഉണ്ടല്ലോ, 84 സൂത്രങ്ങൾ അടങ്ങിയതാണ് നാരദ ഭക്തി സൂത്രം എന്ന ഗ്രന്ഥം. അതിലൊരു സൂത്രം ഇതാണ്: തസ്മിൻ തജ്ജനെ ഭേദാഭാവാൽ. ഭഗവാനും ഭക്തനും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്ന്. ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഭക്തൻ്റെ അനുഗ്രഹം എന്നർത്ഥം. അങ്ങനെ ഈ ഭക്തൻ്റെ അനുഗ്രഹം കൊണ്ടാണ് രഘുഗണന് മുക്തി അടയാൻ സാധിച്ചത് തന്നെ. ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രത്തിൽ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗുരു ആരായിരുന്നു എന്നോ, അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുപ്പക്കുഴിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ എച്ചിൽ തിന്നണത് കണ്ടു. ചട്ടമ്പിസ്വാമികൾ അടുത്തേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ആ ആൾ ഈ ആഹാരം കഴിക്കാൻ നിർത്തി അവിടുന്ന് അങ്ങോട്ട് നടന്നു. സ്വാമികൾക്ക് സംശയം തോന്നി, ഈ ആൾ ഭ്രാന്തനോ അതോ മഹാത്മാവോ? കുറച്ചങ്ങോട്ട് നടക്കുക കഴിഞ്ഞപ്പോൾ ആ ആളൊന്നും കൂടി തിരിഞ്ഞു നോക്കി, ഇദ്ദേഹം പിന്നാലെ വരണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് സ്വാമികൾ പിന്നാലെ ചെന്നു. ഈ എച്ചിൽ കുപ്പയെന്ന് തിന്നുകൊണ്ടിരുന്നത് പരമജ്ഞാനിയായ ഒരു അവധൂതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചട്ടമ്പിസ്വാമികൾ നമസ്കരിച്ചു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സമ്പാദിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് അധ്യാത്മവിദ്യ ഉപദേശമായിട്ട് വാങ്ങിയത്. ഈ ഗുരുനാഥൻ്റെ പേര് എന്താണെന്ന്
ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ മഹാത്മാക്കൾ അങ്ങനെയാണ്. തൻ്റെ പേര് മറ്റുള്ളവർ അറിയണം എന്ന് അവർ ആഗ്രഹിക്കാറില്ല. തനിക്ക് പ്രശസ്തി വേണം എന്ന് ഒരു മഹാത്മാവും വിചാരിക്കാറില്ല. അത് ചോദിക്കൂ, ശ്രീരാമകൃഷ്ണ പരമഹംസനെ തന്നെ ആളുകൾ അറിഞ്ഞത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പ്രസിദ്ധനായൊരു ശിഷ്യനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പോലും ആളുകൾ അറിയില്ലായിരുന്നു. അതുപോലത്തെ മഹാത്മാക്കളൊക്കെ ഇന്നും ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾ അറിയപ്പെടണം എന്ന് അവരാഗ്രഹിക്കാത്തത് കൊണ്ട് അവരറിയപ്പെടുന്നില്ല എന്ന് മാത്രം. ഭാഗ്യവശാൽ രഘുഗണന് ഈ ഭരതയോഗീശ്വരനെ തിരിച്ചറിയാൻ സാധിച്ചു. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ആളുകളെ കണ്ട് തിരിച്ചറിയാൻ സാധിക്കൂ. വെറുതെ അല്ല ഇന്നും ഈ പ്രദേശത്തിന് ഭാരതം എന്ന പേര് നിലനിൽക്കുന്നത്. സാധാരണ ഒരാൾക്ക് നിസ്സാരമായ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ പോലും വല്ലാത്ത വിഷമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭരതൻ്റെ കഥ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? രാജ്യം ഉണ്ടായിരുന്നു, പുത്രന്മാരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. എല്ലാം വിട്ടു, അദ്ദേഹം ഒക്കെ ഉപേക്ഷിച്ചു. മനസ്സുകൊണ്ട് ഒന്ന് മാത്രം അദ്ദേഹം കൈവിടേണ്ടായില്ല. എന്ത്? നാരായണായ ഹരയേ നമഃ, നാരായണായ ഹരയേ നമഃ, നാരായണായ ഹരയേ നമഃ. ഇത് എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ് അഭിമന്ത്രിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ പേരിലാണ് ഇന്നും ഈ പ്രദേശം ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെ യുഗാന്തരങ്ങളോളം തൻ്റെ പേരിനെ ശാശ്വതമാക്കി തീർത്ത മഹാത്മാവായിരുന്നു ഭരതൻ എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ കഥ അനുസ്മരിക്കുന്നത് പോലും പുണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം ഇവിടെ ഉപസംഹരിച്ചത്. ഇനി ഭരതൻ്റെ പരമ്പര വർണ്ണിക്കാൻ പോകുന്നു.